ഇന്നൊരു ഹാൻഡ് മെയ്ഡ് പൗച്ചിന്റെ വീഡിയോ കാണാം. ഒന്നല്ലട്ടോ, രണ്ടെണ്ണം. അപ്പൊ ദേ ഇങ്ങനെ 12 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തും ഉള്ള 2 പീസ് ഓഫ് മെറ്റീരിയലും അതിന് വേണ്ടിയിട്ടുള്ള 2 ലൈനിങ്ങും പിന്നെ 2 സ്പോഞ്ചും വെട്ടിവെച്ചിട്ടുണ്ട്. ആക്ച്വലി 2 വേണ്ടി 4 വെട്ടിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണത്തിന്റെ ആയി കാണിക്കാം. ദേ ഇതുപോലെ സിബും 2 സ്മോൾ പീസ് ഓഫ് മെറ്റീരിയലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയാണ് പരിപാടിയിലേക്ക് കിടക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പാച്ച് വർക്ക് കൊടുക്കാം. ദേ അതിനു വേണ്ടി ഇങ്ങനെ ഒരു സ്കെയിൽ എടുത്തിട്ട് ചരിച്ചിങ്ങനെ വരച്ച് കൊടുക്കുക. പിന്നെ അത് ക്രോസ് ആയിട്ടും വരച്ചു കൊടുക്കുക. ആ ഒരു സ്കെയിലിന്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത്. ദേ ഇവിടെ ഞാൻ ലൈനിങ്ങിലാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ചിൽ പെൻ ഉപയോഗിച്ചും വരയ്ക്കാം. വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ വരയെ കൂടെ എല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്പോഞ്ചും മെറ്റീരിയലും ലൈനിങ്ങും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ലെങ്ത് കൂടിയ വശത്ത് സിബ് അറ്റാച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 2 പൗച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ 2 ഷെയ്ഡിലുള്ള സിബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി 3 സൈഡും കൂടെ ജോയിൻ ചെയ്യാം. 2 പൗച്ചിന്റെ 3 സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ ചെറിയ 2 പീസ് മെറ്റീരിയൽ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അതെവിടെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. സിപ്പിന്റെ 2 എൻഡിലായിട്ടാണ് ആ പീസ് വെക്കുന്നത്. ഇതുപോലെ 2 പൗച്ചിനും സിപ്പിന്റെ സൈഡിലായിട്ട് ആ പീസ് വെച്ച് കൊടുക്കുക. ഇനിയാണ് ഈ പൗച്ചുകളുടെ ഡിഫറൻസ് വരുന്നത്. ആദ്യത്തെ പൗച്ച് ഇതുപോലെ മടക്കി 4 കോർണറിലും 1/2 ഇഞ്ചിന്റെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ പൗച്ചിന് ഫസ്റ്റ് ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ട് പിന്നെ അത് ഇങ്ങനെയാണ് കേട്ടോ സൈഡ് ജോയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ നോർമൽ പൗച്ചിന് താഴത്തെ 2 കോർണറിലായിട്ട് 1/2 ഇഞ്ചിന്റെ സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞില്ലേ മെയിൻ ഡിഫറൻസ് ഇതാണെന്ന്. ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ സെയിം ആണ് കേട്ടോ. ആ സ്ക്വയറുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ കോർണറുകളും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് തിരിച്ചെടുക്കാം. ഈ പൗച്ച് ഒരു നോർമൽ പൗച്ചാണ്, അഥവാ പെൻസിൽ പൗച്ച് എന്നൊക്കെ പറയാം. നമുക്ക് മേക്കപ്പ് പൗച്ചായിട്ടും എല്ലാം ഇത് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോ ചേഞ്ചസ് വരുത്തി നോക്കൂ. ഇതേപോലെ തന്നെ മറ്റേ പൗച്ചും തിരിച്ചെടുത്ത് നോക്കാം. തിരിച്ചെടുക്കുമ്പോൾ കോർണറുകളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കാൻ നോക്കുക. ഈ പൗച്ചിന് ബോക്സ് പൗച്ച് എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു ബോക്സിന്റെ ഷേപ്പിലാണല്ലോ ഇതിരിക്കുന്നത്. പിന്നെ ഈ 2 പൗച്ചും കൂടെ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം മതി. പിന്നെ പാച്ച് വർക്ക് ചെയ്യാതെയും ചെയ്യാം, സ്പോഞ്ചിന് പകരം ക്യാൻവാസ് വെച്ചിട്ടും വെക്കാതെയും ചെയ്യാം. നിങ്ങൾ കണ്ടില്ലേ ഈ 2 പൗച്ചിന്റെ ഡിഫറൻസ്? നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഡിഫറൻസ് കണ്ടു. നിങ്ങൾക്ക് ഇതിൽ ഏത് പൗച്ചാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ. ഈ നോർമൽ പൗച്ചിനെ ഞാൻ മേക്കപ്പ് പൗച്ചായിട്ട് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ നോർമൽ മെഷീനിലും ഇത് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിനായിട്ട് കുറച്ച് മെറ്റീരിയലിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. എന്നാലും എന്തോ ഒരു സ്പേസാ ഇതിനകത്തുള്ളത് എന്ന് നോക്കിക്കേ. ഇതിപ്പോ ഞാൻ ഇവിടെ ഉള്ള ഒരു മെറ്റീരിയലും ഒരു സിബൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പൗച്ച് തയ്ച്ചിട്ടുള്ളത്. പിന്നെ ആ സ്പോഞ്ച് നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, അങ്ങനത്തെ എടുത്ത് വെച്ചതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. ഈ പൗച്ചൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പൊ പിന്നെ സമ്മർ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോഴേക്കും ഇതുപോലെ ഒരു പൗച്ച് ഉണ്ടാക്കി വെക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇതിൽ ഏത് പൗച്ചാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റും കൂടെ ചെയ്യണേ.